പോയക്കും പോയക്കും എന്താ ചെയ്യാ നടക്കാൻ പറ്റാ ഇവിടുന്ന് എടുക്കണ്ട. ഇതൊരു റോഡാണ് കേട്ടോ. ഈ റോട്ടുമ്മ കൂടി ഇങ്ങനെ വെള്ളം ഒലിച്ചു വരും. അപ്പോൾ മക്കള് കുറേ ദിവസം ഇങ്ങനെ തിരക്കുണ്ടാക്കൽ തുടങ്ങിയിട്ട് ഇമ്മ നമ്മളാ വെള്ളത്തിൽ കളിച്ചാൻ പോവാ. ഇവിടെ നല്ല അടിപൊളി ഒരു കുളം ഉണ്ട്, ഞാൻ കാണിച്ചു തരട്ടാ. അടിപൊളിയാണ്. പിന്നെ ഈ വെള്ളം വന്ന് ചാടുന്ന ഒരു സ്ഥലമുണ്ട്, അതൊരു വെള്ളച്ചാട്ടമാണ്, അടിപൊളി വെള്ളച്ചാട്ടം. അവിടേക്ക് പോകണമെങ്കിൽ കാടിൻ്റെ ഉള്ളിൽ കൂടി പോകണം. പോയോക്കട്ടെ, എവിടെ എത്താൻ നോക്കട്ടെട്ടാ. ഇതാ മോളുട്ടി മോനും മീൻ പിടിച്ചതാ. മീൻ പിടിക്ക അതാ അവിടെ കുട്ടികളാ മീൻ പിടിക്കണേ. അത് വലിയ മീനുണ്ട്. തേക്കണ നോക്കട്ടെ മോൾട്ടിയാ. ആ എടാ ഇവരിവിടെ മീൻ പിടിക്കണ്ടിട്ടാ. കിട്ടിയാ എവിടെ എവിടെ അതിലുണ്ടാ മീന്? ആ കിട്ടിപ്പോയി. ഇജ്ജാ പിടിച്ചേ? രണ്ടാള് നല്ല മീൻ പിടിച്ചാൽ രണ്ടാളും. ചെറിയ മീനാണതില്ലേ? ചാലിപ്പാടന്ന് വരുന്നല്ലേ ഇത്? ഇത് ചാലിപ്പാടന്ന് വരുന്നതാണ്. ആ പാടത്തുനിന്ന് വരുന്ന വെള്ളം ഇതാണ്. അവിടെ തേക്കണ നോക്കട്ടെ മാളോ. മോൾട്ടിയാ മീൻ പിടിക്കണില്ല എന്നാ? ഇതൊക്കെ ആ മീൻ കാണിച്ചാ, ആ മീൻ കാണിച്ചെടുത്തവർ കണ്ടോട്ടെ. ഒരു ഹായ് പറഞ്ഞ. എടാ മോനെ ഈ വെള്ളം നേരെ കൊടുക്കാം. ഭാരത്തേക്ക് ആ ഭാരത്തെ പാടത്തിനുണ്ടാവൂലേ? അതന്നെ ചെരുപ്പ് പോവാ. ഇവിടെ നല്ല ഓലുണ്ടിട്ടാ. കുഴപ്പമില്ല, പറഞ്ഞോളി. ഞാൻ കുറച്ച് പറഞ്ഞു. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയും. അപ്പൊ ഗൈസ് ഞങ്ങളുടെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ നല്ല ഉയരത്തിൽ ഇങ്ങനെ വെള്ളം ചാടിയിട്ട് വന്ന് ഇങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു സ്ഥലത്താണുള്ളത്. അതായത് ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നമ്മൾ റോഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. മഴക്കാലത്ത് തോട് എന്നാലും വാഹനങ്ങളൊക്കെ എപ്പോഴും ഓടുന്നുണ്ട്. അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ മേൽഭാഗത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഉയർത്തി ചാടിയിട്ട് ഇങ്ങനെ ഒലിച്ച് പാടത്തേക്ക് പോകണത് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. പോയോട്ടെ. നല്ല വലിയ കാടാണ്. എല്ലാവരും കുട്ടികളൊക്കെ ഉണ്ട്, മോളിട്ടൊക്കെ ഉണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്, മുട്ടല്ലാത്ത എല്ലാവരും ഉണ്ട്. അതെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളൊന്ന് പോയി നോക്കാൻ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവർക്കും കാണട്ടാ. വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റൊക്കെ. പൊളിയാണ്. ഞങ്ങൾ പുറത്തൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. ഇതിൽ വണ്ടിയായിട്ട് പോക്കുണ്ടെന്നല്ലാതെ നടന്നിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ പോയി വെള്ളം എവിടുന്ന വരുന്നേന്ന്. നായ്ക്കളുണ്ട്. വണ്ടി ഇങ്ങനെ അതാ അതിൽ കൂടി ഇങ്ങനെ നമ്മളെ കുളത്തേക്ക് പോവട്ടാ. വലിയ കുളം എന്നല്ല, എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല നീല വെള്ളം. ആർക്കൊക്കെ നീന്തറിയാ? മീനുണ്ടാ? വലിയ മീന് മക്കള്. സിലോപ്പിണ്ടല്ലോ. അതാ വീണൊരു പഞ്ചക്ക. പഞ്ചക്കല്ലേ? പഞ്ചക്കല്ല, കുട്ടിമാൻ ചാടിയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല അടിപൊളി തെളിയുള്ള വെള്ളമാണ് അല്ലേ? പൊന്നു ചാടനുണ്ടാ? എന്നാ ഇങ്ങോട്ട് പോ. കരക്ക് അവിടെ നിന്ന് പോരാ. കരക്ക് നിന്നിട്ട് പോരാ. നല്ലൊരു രസമുണ്ട് കാണാനിട്ടാ. പൊള്ളിയാണ് എൻ്റെ പൊന്നേ. ഇവിടെയൊക്കെ കൊടിയൊക്കെ ഇറക്കി തോട്ടൊക്കെ വൃത്തിയാക്കിയിട്ടാണ്. നല്ല വെറ്റിലത്തോട്ടാ.
നല്ല ഭംഗിയുണ്ട് ഇവിടെ ഒക്കെ കാണാൻ. അപ്പോ മാളുവാ ക്ലിയർ ചെയ്താ. അപ്പോൾ ഇതാ മാളു മോളുട്ടി ടിമോനും മോനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചാട്ടം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല വെള്ളം എങ്ങനെയുണ്ട്? തണുപ്പുണ്ടാ മാളു? വെള്ളം തണുപ്പുണ്ടാ? തണുപ്പുണ്ടോ വെള്ളം? അത് തണുപ്പുണ്ടാ? മോളു എങ്ങനെയുണ്ട്? സൂപ്പറാ? ഈ ചോർത്തിൻ്റെ എവിടുന്നേ കൊണ്ടുവന്നീനാ? ആ അപ്പോൾ ഇവരൊക്കെ വെള്ളത്തിലിറങ്ങിയതാ. നീന്തം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിമോ ചാടുന്നുണ്ട്. അടിപൊളി കൊളാട്ടാ. കുട്ടിമോൻ ഇതാ എന്താണ് ചാടാ? എങ്ങനെ ചാടണേ? കുന്താണിയാ? കുന്താണി ഇടാൻ പോവണേ. അന്നിട്ടോ കുന്താണിട്ടോ. നമ്മുടെ പഴയ കാലങ്ങളിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ കുളത്തിൽ ചാട്ടമൊക്കെ. ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മളെ പുതിയ തലമുറയ്ക്ക് ഈ ഫോണുമ്മ കളിക്കാൻ മാത്രം സമയമുള്ളൂ അല്ലേ? അപ്പോൾ ഇങ്ങനെ കുളത്തിൽ ചാടുക പന്തളിക്കാനൊന്നും സമയമില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. നല്ല നീല തെളിഞ്ഞ വെള്ളം, നല്ല മീനൊക്കെ ഉണ്ട് ഇതിലിട്ടാ. അതെടുക്കണോ? എടുക്കണോ? ജസ്റ്റ് കാണിച്ചതാ. മാളുണ്ടാ നീന്തി പോണേട്ടാ. അതാ നീന്തി പോണേ. അപ്പം എനിക്ക് നീന്തൊക്കെ അറിയില്ല മാളുവാ? ഇതാ അടുത്ത ആൾക്കാർ പോണേ. വാടാ ഇതാ മീൻ പിടിച്ചേ. അത് പോയടാ. ഇവിടെ മീൻ പിടുത്തം തകൃതിയായി നടക്കുന്നിട്ടാ. നല്ല മീൻ കിട്ടുണ്ടാ? ആ ഇവിടെ തകൃതിയായിട്ട് മീൻ പിടിക്കണതാ ഈ കുളത്തില്. മീൻ കിട്ടിയാ? മീൻ കിട്ടിയിട്ടൊക്കെ അവിടെ കുറേ കീസിലാക്കിയിട്ടുണ്ട്. ആ ആ ആ അപ്പോൾ വെള്ളത്തിൽ നമ്മൾ കുഴങ്ങിയാൽ ഇങ്ങനെ നിൽക്കണം എന്നാണ് മാള് പറഞ്ഞത് അല്ലേ? ഇങ്ങനെ നിന്നാൽ മതി. ആ അപ്പോൾ പെട്ടെന്ന് കുഴക്ക് കുറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും സംഭവിക്കൂല. അതിൻ്റെ കാല് നിലത്ത് തട്ടിയില്ല? ഇല്ലല്ലേ? കുട്ടിമോൻ കിടക്കുന്നതാ. അങ്ങനെ ഇടുന്നാൽ മതി. അപ്പം മീൻ കിട്ടി. എന്നിട്ട് എത്ര മീനാണോ? ഇതെന്ത് മീനാണ്? പൊരിക്ക? പോത്തർച്ചയാ? പൊരിക്കിട്ടെന്നാ? അല്ല അതിലെന്താ? മീനാണല്ലോ. പച്ച മീൻ. പഴയ കാലങ്ങളിലൊക്കെ ഉള്ള പാലം ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാനിട്ടാ ഈ തോട്ടത്തിൻ്റെ മേലെ. ഒരു വെള്ളം ഒന്നും കൂടി എടുത്താൽ ഇങ്ങനെ ഒളിച്ചു പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഉണ്ടോക്കെ മോളെ? എന്താണ് മീൻ എങ്ങനെ പിടിക്കണ? ഓള് നേരെ സ്ഥലം വിട്ടിട്ടാ. മീനിൻ്റെ കൂടെ എടാ ഇങ്ങനെ കെണി വെച്ചിട്ട് പിടിക്കല? അവർ രണ്ട് സൈക്കിളൊക്കെ എടുത്താണ് വന്നിക്കണേ. ഇവിടെയൊക്കെ ഇങ്ങനെ മീൻ പിടിക്കണേ. നല്ല രസമായിട്ടുണ്ട്. പറ്റും അങ്ങനെ സ്ഥിരം പരിപാടിയാവുന്നില്ല മീൻ പിടുത്തം. അപ്പോൾ ഗേസ് വെള്ളച്ചാട്ടവും അതുപോലെ തോട്ടിച്ചാടലും പുള്ളിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? കണ്ടില്ലേ? ഇവിടെ മീൻ പിടുത്തം തുടർന്നു കൊണ്ടിരിക്കുന്ന ഇപ്പോഴും രണ്ടാൾക്കാരുണ്ട്. അതവിടെ ആയിക്കോട്ടെ. എന്നും പിന്നെ ആരും കേക്കണ്ട. അടുത്താരെയും വന്നു വെറുതെ പറയണേ. അപ്പോ നല്ല അടിപൊളിയില്ലേ? സന്തോഷായില്ലേ? സന്തോഷാവണേ. ഇനി ഇടക്കിടക്ക് അയക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ആലോചിക്കുന്നേ അജണ്ടയിലിടാം. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്തല്ലോ. അപ്പൊ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ പരമാവധി. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്കെല്ലാം എന്താണ് എന്താ പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ആ മീൻ പിടിക്കണ കുട്ടികളെ ശ്രദ്ധിച്ച്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നമ്പർ സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു വേറെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അല്ലേ? ഒന്ന് ബൈ ബൈ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.